ദൈവം കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ. ഇതൊരു പഴഞ്ചൊല്ലാണ്. ഈ പഴഞ്ചൊല്ല് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ദൈവം കഴിഞ്ഞാൽ പിന്നെ ബില്ലടിക്കുന്ന കമ്പ്യൂട്ടർ. നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നത് രോഗം മാറ്റാനാണോ അതോ അവരുടെ ടാർഗറ്റ് തികയ്ക്കാനാണോ? ഒരു ചെറിയ പനിയുമായി ചെന്നാൽ പോലും ആദ്യം അവരെഴുതുന്നത് മരുന്നല്ല, ഒരു കൂട്ടം ടെസ്റ്റുകളാണ്. ഭയം, അതാണ് അവരുടെ മൂലധനം. ഒന്നും കാണുന്നില്ല എന്നാലും ഒരു സ്കാൻ ചെയ്ത് നോക്കാം എന്ന് ഡോക്ടർ പറയുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ആളുന്ന ആ തീയില്ലേ, അതാണ് അവരുടെ ബിസിനസിന്റെ ഇന്ധനം. നിങ്ങൾ കൊടുക്കുന്ന 2000 രൂപയുടെ സ്കാനിംഗ് ബില്ലിൽ 800 രൂപയും തിരിച്ച് ഡോക്ടറുടെ കയ്യിലാണ് എത്തുന്നത് എന്ന് എത്ര പേർക്കറിയാം? ഇനിയാണ് നിങ്ങൾ സത്യം കേൾക്കേണ്ടത്. മരിച്ചവർക്ക് ചികിത്സ കൊടുക്കുന്ന ആശുപത്രികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രോഗി മരിച്ചിട്ടുണ്ടാകാം, പക്ഷേ വെന്റിലേറ്റർ ഓഫ് ചെയ്യില്ല. കാരണം മീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾക്ക് പ്രതീക്ഷ നൽകി മരണമടഞ്ഞ മൃതദേഹത്തെ ദിവസങ്ങളോളം ചികിത്സിക്കുന്ന ഈ ഏർപ്പാടിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയല്ല. ദൈവത്തിന്റെ കൈകളുള്ള മനുഷ്യസ്നേഹികളായ ഡോക്ടർമാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അവർ കാരണമാണ് ഈ ലോകം ഇന്നും നിലനിൽക്കുന്നത്. ചികിത്സയെ കച്ചവടമാക്കുന്ന കോർപ്പറേറ്റ് ഭീകരന്മാരെ തിരിച്ചറിഞ്ഞേ മതിയാകൂ. നിങ്ങൾ രോഗിയല്ല, ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, കണ്ണിൽ കണ്ടതെല്ലാം വിശ്വസിക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. കാരണം വാർത്തകൾ അവസാനിക്കുന്നിടത്താണ് സത്യം തുടങ്ങുന്നത്.